സ്വത്വ ആവിഷ്കാരത്തിന്റെ ഒരു അക്ഷരമാണ്. അതിപ്പോ നടാടെ പറയണമെന്നല്ല, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത് അത് ഇത് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ നോവലിലും ഉള്ള സ്ത്രീകഥമായ, അതുപോലെ 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു നായി എന്ന കഥാപാത്രം, തീവ്ര വിപ്ലവത്തിന്റെ വക്താവായിട്ടൊരു വ്യക്തി, അത്തരത്തിലുള്ള ഒരു വ്യക്തി അത്തരത്തിലുള്ള ഒരു ഫിലോസഫി വെച്ചുകൊണ്ട് നടക്കുക എന്ന് വെച്ചാൽ അത് വളരെ വളരെ അസാധാരണമാണ്. കണ്ടുകിട്ടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ധീരത, അത്തരത്തിലുള്ള ധീരത ആ പ്രായത്തിലുള്ള ഒരു സ്ത്രീക്ക് പല ഇന്ദിരാഗാന്ധി പോലെയുള്ള ചില നേത്രികൾക്ക് കിട്ടിയിട്ടുണ്ടാവാന്നല്ലാതെ സാമാന്യ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഉണ്ടാവാൻ സാധ്യമല്ല എന്നിരിക്കെ അങ്ങനെയുള്ള കഥാപാത്രത്തെ വിശ്വാസ്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആ പുസ്തകത്തിൽ തന്നെ ഈ സ്വന്തമാമനികളെ നന്ദി എന്നുള്ള പുസ്തകത്തിൽ തന്നെ പ്രേമ, നിമ്മി, റോസ, ദേവി ഇങ്ങനെയുള്ള ഓരോ കഥാപാത്രത്തിനും വ്യക്തിയെ പ്രത്യേകം വ്യക്തിത്വമുള്ളതിന് പുറമെ അവരൊക്കെ ഈ സ്വത്വത്തിന്റെ മഹിമയുടെ പേരിൽ ആണ് വാഴ്ത്തപ്പെട്ടവരായി തീരുന്നു. അങ്ങനെയുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവരോട് എനിക്കൊരു പ്രത്യേക മമത ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നവയുഗത്തിൽ അങ്ങനെ സ്ത്രീ മുന്നോട്ട് വരണം. കെ.എൽ. മോഹനവർമ്മയുടെ ഓഹരി എന്ന നോവലിൽ ഇതുപോലൊരു കഥാപാത്രമുണ്ട്. ഓഹരി വിപണിയിൽ സ്ത്രീകൾ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് അസാധാരണമായിരുന്നൊരു കാലഘട്ടത്തിലാണ് ആ ഓഹരി എന്ന നോവൽ എഴുതിയത്. അതിൽ ഇതുപോലൊരു കഥാപാത്രമുണ്ട്. അതുകൊണ്ട് അതിന്റെ പേരിലാണ് ഈ പുസ്തകത്തെ ഞാൻ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കുന്നത്. അങ്ങനെ ആ ക്യാരക്ടറൈസേഷൻസ്, വ്യക്തിത്വം ഉള്ള സ്വത്വ മഹിമയുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ആ സിദ്ധി, അതിനുവേണ്ടിയുള്ള സാധന രണ്ടും ഒത്തുചേർന്നിട്ടുള്ള നോവൽ എന്നുള്ളതിലേക്ക് ഇത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. പിന്നൊന്ന് എന്താണെന്ന് വെച്ചാൽ ശ്രീരാമയുടെ ധർമ്മരാജയിൽ ഒരു തുടക്കത്തിലുള്ള ഒരു രംഗം ഒക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രംഗം ഇതിന്റെ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിലുണ്ട്. ആ നാടകീയമായിട്ടുള്ള ആരംഭവും ആദ്യന്തം നാടകീയത പുലർത്തുക എന്നുള്ള സമ്പ്രദായം ശ്രീരാമപിള്ളയുടെ നോവൽ രചനയിലെ ആ കലാതന്ത്രം, അത് ഈ നോവലില് ആ കാലഘട്ടത്തിന്റെ സ്വഭാവം ഒന്ന് വേറെ, ഈ കാലഘട്ടത്തിന്റെ സ്വഭാവം ഒന്ന് വേറെ. പക്ഷെ ഈ കലാതന്ത്രം എന്നുണ്ടല്ലോ, അതിന്റെ മന്ത്രം, അത് ഏത് കാലത്തും സമാനം തന്നെയാണ്. അവിടെ ഒരു കുട്ടി, നിസ്സഹായനായ ഒരു കുട്ടി, അരത്തമ്മപിള്ള തങ്കച്ചിയിലുവരായ പ്രഗത്ഭയായ ഒരു പ്രഭി, കളപ്രാക്കോട്ട് നമ്പിയുടെ പത്നി ആണ്. വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള വലിയ പദവിയുള്ള ഒരു പ്രഭി. ശിവരാത്രിക്ക് കുട്ടി എല്ലാവരും വ്രതനുഷ്ഠിക്കുമ്പോൾ ശിവരാത്രിയുടെ അന്ന് വ്രതനുഷ്ഠിക്കാതെ തനിക്ക് പതിവ് പോലെ ഭക്ഷണം വേണമെന്ന് വിചാരിച്ച് അടുക്കളയിൽ ഇരുന്നു എന്നുള്ളതാണ് അവൻ ചെയ്ത അപരാധം. അവനവിടെ ആശ്രിതനാണ്. ആശ്രിതൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഉദ്യോഗം തന്നെ കൊടുത്തിട്ടുണ്ട് ആ കുടുംബത്തിൽ. അവന് സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി അവൻ അടുക്കളയിൽ ചെന്നു. വേലക്കാലത്ത് ഇവനോട് ഇത്തിരി അസൂയും ദേഷ്യമൊക്കെ ഉണ്ട്. അത് ചെന്ന് പ്രഭുയോട് പറഞ്ഞു, ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാതെ വന്നു ഊണ് കഴിക്കാൻ പോകുന്നു. അവര് വന്ന് കുറെ ആ തെക്കൻ ഭാഷയിൽ വളരെ വൃക്ഷമായി ശകാരിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന തവി കൊണ്ട് തലയ്ക്കൊരു അടി കൊടുത്തു. തവി കൊണ്ട് ബലത്തില് മാംസഗോപുര ശരീരിണി എന്നാണ് ആ കഥാപാത്രത്തെ ശ്രീരാമപിള്ള വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ശരീരം മാംസഗോപുര ശരീരിണിയാണ്. അതിന് ഒത്ത കയ്യും ഉണ്ട്. ആ മാംസളമായ കൈകൊണ്ട് ഒരു തലി കൊണ്ട് ഒട്ട മേട്ടം കൊടുത്ത തലയിൽ പൊട്ടി ചോര ഒഴുകുകയാണ്. അപ്പൊ ഈ കുട്ടി, ഇന്ന് നിങ്ങൾ എൻ്റെ തലയിൽ കുളം തോന്നി, നാളെ ഇവിടെ തന്നെ കുളം കോരി പോകാം എന്നൊരു കാര്യം. നാളെ ഇവിടെ തന്നെ കുളം കോരി പോകാം, ഈശ്വരൻ സാക്ഷി. ആ തങ്കവായി ഉപ്പുനീര് കുടിക്കും എന്ന് കൂടി കൂട്ടിച്ചേർത്തു. കണ്ണീര് ഒഴുകി ആ തങ്കവായി ഇത് പറഞ്ഞ വായ ഉപ്പുനീര് കുടിക്കുന്നു. അങ്ങനെ ഒരു പ്രവചനം, ഒരു കുട്ടി ഒരു പ്രവചനം നടത്തിയിട്ട് രാജാ കേശവദാസ് ആയി ഈ കുട്ടി വളർന്ന കാലത്ത് ആ ഗൃഹം അക്ഷരാർത്ഥത്തിൽ കുളം തോണ്ടി എന്നുള്ളതാണ്. അത് കണ്ടുകെട്ടുകയാണ് ഉണ്ടായത്. രാജ്യദ്രോഹത്തിന്റെ കുറ്റത്തിന്റെ ഫലമായിട്ട് കണ്ടുകിട്ടും. ഒരു കുളം തോണ്ടിയെന്നുള്ളതാണ്. ആ കുട്ടി തന്നെ അതിന്റെ പ്രയോക്താവുമായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവും. ദേവനേരിക്ക് ദാക്ഷിണ്യമില്ല എന്നൊരു നോവൽ, എന്നൊരു നിരൂപണ ഗ്രന്ഥം ഡോക്ടർ ഭാസ്കർ എഴുതിയിട്ടുണ്ട്. ഈ വക കാര്യങ്ങൾ ശ്രീരാമപിള്ളയുടെ നോവലുകളിലുള്ള ഈ വക കാര്യങ്ങൾ മുൻനിർത്തിയാണ് എഴുതിയിട്ടുള്ളത്. ആ നോവലില് ഇങ്ങനെ ഈ തുടക്കവും അതിന്റെ ധ്വനി ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ കുട്ടിയുടെ ഈ വാക്കിന്റെ ധ്വനി അതുപോലെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ചെറിയ കുട്ടിയൊന്നും അല്ല ഈ നോവലില് ഇതുപോലൊരു വാക്യം പറഞ്ഞു. അത്
ഈ IPS ഓഫീസറായിട്ടുള്ള നിഷയുടെ കൈകൊണ്ട് നന്നായി നല്ല അടി കിട്ടിയിട്ടുള്ള ഒരു ഇതിൽ നായകസ്ഥാനത്ത് നിൽക്കുന്നു പറയാൻ വയ്യ. കുറെ പതിനായക സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി മയക്കുമരുന്ന് കൃഷി ചെയ്യലും അത് കടത്തലും ഒക്കെ ആദ്യകാല തൊഴിൽ. അതൊക്കെ കഴിഞ്ഞ് അയാൾ ഒടുവ് എത്തിച്ചേരുന്നത് കുറച്ച് രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മന്ത്രി ആയിട്ട് അയാൾ മന്ത്രിസ്ഥാനത്ത് എത്തുന്നു. ഇപ്പം നമ്മൾക്കിപ്പോ അത്ര സാധാരണമായിട്ട് തോന്നാണ്ടായി തുടങ്ങി. എന്താ കാരണം എന്ന് വെച്ചാൽ ക്രിമിനലുകളെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വോട്ട് ചെയ്യിച്ച കഥ നമ്മൾ അടുത്ത കാലത്താണ് കേട്ടത്. അപ്പൊ ആ തരത്തിലുള്ള ആളുകൾ നാളെ മന്ത്രിയായി കൂടായില്ല എന്നുള്ളതുകൊണ്ട് അത് സ്വാഭാവികമാണ്, സംഭവ്യമാണ് എന്ന് ഏതായാലും തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞ ക്രിമിനല് 6 കൊല്ലം കൊണ്ട് ഈ IPS ഓഫീസറുടെ കയ്യിൽ നിന്ന് നല്ല അടി വാങ്ങിയതിന് ശേഷം ഏതാണ്ട് 6 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കാണ് മന്ത്രി ചെയ്യുന്നത്. ഈ അടി കിട്ടിയ സന്ദർഭത്തിൽ ആ പെൺകുട്ടിയായിട്ട് ആൾക്ക് വളരെ കാലത്ത് മുമ്പുള്ളൊരു പരിചയമുണ്ട്. പക്ഷെ കുട്ടിക്കത് അറിയില്ല. കുട്ടി 6-7 വയസ്സുള്ള സമയത്ത് അയാളാണ് അവളുടെ എല്ലാം ആയിരുന്ന ആള്. അവിടെ ഇതുപോലെ ഒരു പരിചാരകനായിട്ട് നിന്നിരുന്ന അന്ന് ഈ രാമപിള്ളയുടെ നോവലിലത്തെ ബാലകനെ പോലെ ഒരു പരിചാരകനായി നിന്നിരുന്നവരാണ്. പക്ഷെ അവൻ പിന്നീട് ഈ ദാരിദ്ര്യം കൊണ്ടും സാഹചര്യ സവിശേഷങ്ങളെ കൊണ്ടും ഒക്കെ അവർ ഈ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് അതിന്റെ രാജാവായി വർത്തിക്കുന്ന ഒരു മാലിക്കിന്റെ അടുത്തേക്ക് അവൻ ആകർഷനായി. അവൻ അതായി ജീവിതവൃത്തി. പിന്നെ സാഹചര്യമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അങ്ങനെ ആ സാഹചര്യ സൃഷ്ടിയായിട്ടുള്ള അയാൾക്ക് ഇങ്ങനൊരു വല്ലാത്ത വിരുദ്ധ ലോകത്ത് ചെന്നപ്പെടേണ്ടതായി വന്നു. അതിനനുസരിച്ച് അയാൾ ജീവിക്കുന്നു. പക്ഷെ കുറച്ച് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നു. അയാളെ ഒരു മന്ത്രിയാക്കാൻ ഈ മാലിക് തന്നെ സഹായിക്കുന്നു. അയാളുടെ ഒരു പ്രിയപ്പെട്ട ഒരു ബന്ധു പോലെ ഉള്ള ആളായി മാറാനും മുന്നു കഴിഞ്ഞു. അങ്ങനെ കേരളത്തില് ഈ നിഷ എന്ന IPS ഓഫീസർ കേരളത്തിൽ ട്രെയിനിങ് കഴിഞ്ഞ് ആദ്യമായി പോസ്റ്റ് ചെയ്ത സമയത്ത് ആണ് ആ പ്രദേശത്ത് ഇയാൾ എത്തിപ്പെടുന്നത്. ഒന്ന് കാണാൻ തന്നെയാണ്, നിഷയെ കാണണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. തന്നെ അവിടെ തിരിച്ചറിയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ അന്നത്തെ ആ സ്നേഹവാസിൽ എന്താണ് മന്ത്രി എന്ന് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ തല്ലിച്ച 6 കൊല്ലം കൊണ്ട് മറ്റൊക്കെ അങ്ങനെയുള്ള ഒരു ക്രിമിനൽ മന്ത്രിയാവുന്നു എന്ന് നിഷയുടെ ഭർത്താവും അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷെ മന്ത്രിയായി എന്നുള്ളതാണ് സത്യം. അങ്ങനെ അയാൾക്ക് അവളെ താൻ ഉള്ളിടത്തേക്ക് ആസ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവരണമെന്നും അവളെ ഇത് ഓർമ്മിപ്പിക്കണമെന്നും ആ പഴയ വാക്ക് പാലിക്കണമെന്നും ഒക്കെ ഉള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി അതിനുള്ള രംഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അതിന്റെ ഒരു സംഭവ പരമ്പര അതിനെക്കുറിച്ച് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ ആ സംഭവ പരമ്പര ഒക്കെ ഇങ്ങനെ നാടകീയമായി അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ മുള്ളുകൾ നിർത്തിക്കൊണ്ട് വായിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഇത് കെട്ടിയിട്ട് വായിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ടേ വെക്കുള്ളൂ. രാത്രി ഇത് വായിച്ചു കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ പിടിച്ചു നിർത്തും. ആ സസ്പെൻസ് ആദ്യം മുതൽ അവസാനം വരെ ആ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ആ ഉദ്വേഗം നിലനിർത്തിക്കൊണ്ട് വരാൻ. അപ്പൊ അത് ഒരു രചനാതന്ത്രത്തിന്റെ വിജയം ആണ്. നോവൽ രചനയുടെ തന്ത്രത്തിന് അതിശയം വഴങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ശ്രീരേജിയും IPS ഓഫീസറാണല്ലോ. IPS ഓഫീസർക്ക് ഇത്തരത്തിലുള്ള സിദ്ധികളൊന്നും ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടില്ല. IPS ഓഫീസർക്ക് തല്ലി ചതയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ തല്ലി ചതയ്ക്കാൻ പറ്റില്ല. തല്ലി ചതച്ചില്ലെങ്കിൽ നിയമപാലനത്തിന് വേണ്ട മറ്റു മാർഗങ്ങളാവാം. ആ വകയൊക്കെ അല്ലാതെ പുസ്തകം എഴുതണമെന്നും കൂടി എന്തായാലും അധികൃതർ പ്രതീക്ഷിക്കുന്നില്ല. അധികമായ ഒരു വാസന സാഹിത്യത്തിൽ ഉണ്ടാവണം. അതിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീലേഖ. അപ്പൊ അതുകൊണ്ട് ആ നാടകീയത, ആ നോവലിന്റെ നാടകീയത അത് അത്യന്തം ശ്രദ്ധേയമായ ഒന്ന് ആണ്. പിന്നെ അതിൽ പറയാനുള്ള മൂന്നാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള പ്രധാന കഥാപാത്രങ്ങൾ മാത്രമല്ല, ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നിൽക്കത്തക്കവണ്ണം ചിത്രീകരിക്കാനുള്ള കഴിവ്. ഒരു രാമേന്ദ്രൻ്റെതായിട്ടുള്ള കഥാപാത്രമുണ്ട്. അദ്ദേഹം മുട്ടിന് പഴഞ്ചൊല്ലി ഉദ്ധരിക്കും. ഇവിടെ പ്രസ് അക്കാഡമിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, പഴഞ്ചൊൽ പ്രപഞ്ചം എടുത്തിട്ട് കുറച്ച് പഴഞ്ചൊല്ലി നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ ശൈലികളും പഠിച്ചു വെക്കണം. നിങ്ങളുടെ എഴുത്തിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ സന്ദർഭം വരും. അപ്പൊ അത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് നല്ലൊരു സാഹിത്യ രചന പോലെ മനോഹരമാവും എന്ന് പറഞ്ഞ് പഴഞ്ചൊല്ലും പറഞ്ഞു കൊടുക്കാറുണ്ട്, ശൈലികളും പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രസ് അക്കാഡമിയിലത്തെ കുട്ടികൾക്ക്. അപ്പൊ ഞാനങ്ങനെ ആലോചിച്ചു, ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിൽ ഒത്തിരി സത്യം ഉണ്ടല്ലോ ഈ പുസ്തകം വായിച്ചപ്പോൾ. ഈ രാമചന്ദ്രൻ ഇങ്ങനെ നിരന്തരം ചൊല്ലുകൾ ഉദ്ധരിക്കും. ഒരുവിധം തൃശ്ശൂർ വെച്ച ഒരാൾ പറഞ്ഞു, ബഹുമാന്യനായ ശ്രീ C. രാധാകൃഷ്ണനെ സാദരം. എൻ്റെ ചിരകാല സുഹൃത്തും നോവലിസ്റ്റും വിമർശകനുമായ കർത്താവ്, മലയാള പുസ്തക പ്രസാധന രംഗത്തെ പ്രജാപതി എന്ന് തന്നെ പറയാവുന്ന
ശ്രീ MEDC, വേദിയിലും സദസ്സിലുമുള്ള പ്രബുദ്ധമതികളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. എൻ്റെ ഈ എളിയ വാക്കുകൾ ലീലാവതി ടീച്ചറുടെ പ്രസംഗത്തിന് ശേഷം മതി എന്ന് നിശ്ചയിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. രണ്ടും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. ആദ്യത്തേത് ഗുരുത്വത്തിൻ്റെ ക്രമണമായ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുൻഗണനാക്രമം. അത് സ്വാഭാവികമായും എപ്പോഴും നാം പിന്തുടരുന്ന ഒരു കാര്യമാണല്ലോ. രണ്ടാമത്തേത് ടീച്ചറുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ കാര്യമായിട്ടൊന്നും പറയാനുണ്ടാവില്ല എന്നുള്ളതാണ് ആ പ്രസംഗത്തിൻ്റെ ഗുണം. അപ്പോൾ ഞങ്ങൾ സാധാരണയായിട്ട് എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ ഒത്തുകൂടുമ്പോൾ എന്നെ പോലെയുള്ള ആളുകൾ ചെയ്യാറുള്ളത് ടീച്ചറെ ആദ്യമായി പ്രസംഗിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജോലിയൊക്കെ വളരെ കുറഞ്ഞു കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ടീച്ചറുടെ സുദീർഘമായ സാരഗർഭമായ പ്രസംഗത്തിൽ ഒരു സംശയം ഉന്നയിക്കുകയുണ്ടായി. അതായത് മയക്കുമരുന്ന് കൃഷി ചെയ്യുകയും വിളയിക്കുകയും പ്രോസസ് ചെയ്യുകയും കച്ചവടം ചെയ്യുകയും കയറ്റുമതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയാകാൻ സാധിക്കുമോ എന്ന് സാധിച്ചേക്കാം എന്നൊരു സൂചന അവർ നൽകുകയും ചെയ്തു. നമ്മളിപ്പോൾ മയക്കുമരുന്നിനെ കേന്ദ്രബിന്ദുവാക്കിയ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മദ്യം സാധാരണ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റേണ്ടതാണ് എന്ന് പ്രസ്താവിക്കുന്ന നാളെ മന്ത്രിമാരാകാനിരിക്കുന്ന ആളുകൾ നമുക്ക് തന്നെ ഇടയിലുണ്ട് എന്നുള്ളത് കൊണ്ട് സംശയരഹിതമായ ഒരു സാധ്യതയാണ് ഈ മന്ത്രിസ്ഥാനം എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. മയക്കുമരുന്ന് കൂടി നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം എന്ന നാളെ മറ്റാരെങ്കിലും പറഞ്ഞു കൂടായുകയും ഈ വലിയ ആളുകൾ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് നമുക്ക് ബോധ്യമാവാറുള്ളത് കൊണ്ട് ഇതൊക്കെ ആപ്തവാക്യങ്ങളാണ് എന്ന് കുട്ടികളെങ്കിലും ധരിച്ചു പോകാനിടയുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. പണ്ടൊരു തിരുമേനി പറഞ്ഞല്ലോ, എനിക്കാകെ 2 ശീലങ്ങളേ ഉള്ളൂ, ഉണ്ടാൽ അല്പം ഉറങ്ങണം, ഉണർന്നാൽ അല്പം ഉണ്ണണം. അതുപോലെ അല്പം മദ്യമോ മയക്കുമരുന്നോ കഴിച്ച് മയങ്ങിക്കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഉണരണം, ഉണർന്നാൽ വീണ്ടും അല്പം മദ്യമോ മയക്കുമരുന്നോ കഴിക്കണം എന്നുള്ളൊരു ശീലത്തിലേക്ക് ഒരു മുഴുവൻ ജനതയും നീങ്ങുന്ന ഒരു അവസ്ഥാന്തരത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ചും കേരളം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗത്തിൽ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ മുൻപന്തിയിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സ്ഥിതിവിവര കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു ആഗോള പ്രാദേശിക രാഷ്ട്രീയ സാമൂഹിക പരിസ്ഥിതിയിലാണ് സ്ഥിതികൾ പുറത്തു വരുന്നത് എന്നുള്ളത്. സാധാരണഗതിയിൽ എഴുത്ത് എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം തൊഴിൽ അല്ല. അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. വേറെ വല്ല ജോലിക്കൊക്കെ ചെയ്യാൻ അതിനിടയ്ക്ക് അല്പം കവിതയോ അല്പം കഥയോ ഒക്കെ എഴുതുക എന്നാണ് ഒരു രീതി. ആ രീതി പക്ഷേ സാഹിത്യ സേവനത്തിൻ്റെ ശരിയായ രീതിയല്ല എന്നുള്ളതാണ് ശരി. ഇത് ഒരു മുഴുവൻ സമയ പ്രവർത്തനമാണ്. എന്ന് വെച്ചാൽ മറ്റെന്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സ് ഈ എഴുത്തിനും അതിൻ്റെ കാര്യത്തിലും വ്യാപരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് ഒരു മുഴുവൻ സമയ ജോലിയാണ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ശ്രീലേഖ IPS ഇത്രയും കാലത്തിനിടയ്ക്ക് മറ്റെന്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിൻ്റെ കമ്പ്യൂട്ടറിൽ ഈ കൃതി കിടന്ന് രൂപപ്പെട്ടുകൊണ്ടിരുന്നു എന്നാണ് അർത്ഥം. അത് ഉറക്കത്തിലും ഉണർച്ചയിലും ജോലിയിലും എവിടെയായാലും എപ്പോഴും അനുസ്യൂതമായി നടക്കുന്ന ഒരു പ്രത്യേക പ്രക്രിയയാണ്. അങ്ങനെ ഒരു നോവൽ പുറത്തു വരും എന്നുള്ളതാണ് സത്യം. നോവൽ എഴുതുന്നത് ഒരു എളുപ്പമുള്ള പണിയല്ല എന്ന അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താൻ നമുക്കൊക്കെ സാധിക്കുന്നതാണ്. ഒരു ചെറുകഥ എന്ന് പറയുന്നത്, ഒരു കവിത എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലിട്ട് എഴുതിക്കൊണ്ടിരിക്കാവുന്ന ഒരു കാര്യമാണ്. പോക്കറ്റിൽ കിടക്കുന്ന കടലമണി എടുത്ത് കുറയ്ക്കുന്നത് പോലെ മനസ്സിൽ കിടക്കുന്ന കവിതയോ ചെറുകഥയോ എടുത്ത് നമ്മൾ എവിടെ നടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അല്പാൽപ്പം കുറിച്ച് അതിനെ ഒരു സുഖമുള്ള വസ്തുവാക്കി മാറ്റി അനുഭവിപ്പിക്കാനോ സാധിക്കും. പക്ഷെ നോവൽ എന്ന ഈ വലിയ വസ്തു അത് സാധാരണ കൊണ്ട് നടക്കാവുന്ന, പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കാവുന്ന ഒരു സാധനമല്ല എന്നുള്ളത് കൊണ്ട്
വളരെ വലിയ ഒരു സംഗതി, ഭാരമുള്ള കാര്യമായതുകൊണ്ട് അതിനു വേണ്ടി മാത്രം നമ്മുടെ സമയം നീക്കിവെക്കേണ്ടതായിട്ട് വരിക. ഒരു വലിയ പരവതാനി സങ്കല്പിക്കുക. ഈ വലിയ പരവതാനിയിൽ എല്ലാ നിറങ്ങളുടെയും നാരുകൾ നിർമ്മിച്ചേർക്കാണ്ടിരിക്കുന്നു. ഈ പരവതാനി നമ്മുടെ വീടും പരിസരവും മുറ്റവും തൊടിയും പ്രദേശവും ഒക്കെ കടന്ന് ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്ന ഒരു വലിയ പരവതാനിയാണ് എന്ന് കൂടി സങ്കല്പിക്കുക. അങ്ങനെയുള്ള പരവതാനി നേരിടാക്കുന്ന ആൾക്ക് എപ്പോഴാണ് വിശ്രമിക്കാൻ സൗകര്യമുണ്ടാവുക? ഒരു എളുപ്പമുള്ള പണിയല്ല ഇത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും കഥകൾ എഴുതുന്നവരെ നോവലിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വലിയ പ്രയാസം അനുഭവിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ വളരെ പ്രഗത്ഭരായ നോവലിസ്റ്റുകളിൽ പലരും പോലും നോവൽ എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നറിയാതെ വിഷമിക്കുന്ന ഒരവസ്ഥ മിക്ക നോവലുകളുടെയും അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നേരെ മറിച്ച് നോവലിൻ്റെ ആദ്യന്തമായ ഒരു രൂപഘടന, അത് സ്വച്ഛമായ ഒരു പരിണാമമായി മനസ്സിൽ നേരത്തെ അനുഭവിക്കുന്ന വ്യാസ സംഹിതമായ ഒരു മനസ്സാണ് യഥാർത്ഥമായ കഥാകൃത്തിന് ആവശ്യമായി വരുന്നത്. അത് വളരെ പാരായണക്ഷമമായി ഇരിക്കുന്നത്. എല്ലാ നല്ല കൃതികളും അവസാനിക്കുന്നത് ശാന്തം എന്ന രസത്തിലാണ്. അവതരിപ്പിക്കാൻ ഏറ്റവും പ്രയാസവും സങ്കല്പിക്കാൻ ഏറ്റവും വിഷമവുമുള്ള രണ്ട് രസങ്ങളാണ് ശാന്തവും കരുണവും. നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടാക്കാനോ ആരോടെങ്കിലും എതിർപ്പുണ്ടാക്കാനോ ആരുടെയെങ്കിലും മനസ്സിൽ ഭയമുണ്ടാക്കാനോ അനുരാഗമുണ്ടാക്കാനോ ഒക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കും. പക്ഷേ ഒരാളുടെ മനസ്സിൽ ശാന്തിയും കരുണവും ഉണ്ടാക്കാൻ വളരെയേറെ പ്രയാസമാണ് എന്നല്ല, അത് മിക്കവാറും അസാധ്യവുമാണ്. രണ്ട് മഹാകഥാപാത്രങ്ങളെ കൊണ്ട്, ദ്രൗപദി എന്നും കുന്തി എന്നുമുള്ള രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ട് വേദവ്യാസൻ നമുക്ക് പറഞ്ഞു തരുന്ന അനുഭവ സമ്പുഷ്ടമായ കഥ ഇതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരാൾ ക്ഷമയുടെ അവതാരമാണ്, മറ്റേയാൾ അക്ഷമയുടെ അവതാരമാണ്. തൻ്റെ കുട്ടികൾ വേണ്ടാധീനം കാണിക്കുമ്പോൾ കണ്ണ് കെട്ടി അത് കാണാതിരുന്നിട്ട് അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മയും, തൻ്റെ കുട്ടികൾ ഒരു വേണ്ടാധീനവും കാണിക്കാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മയും, അതുപോലെ തൻ്റെ ഭർത്താക്കന്മാർ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല യോദ്ധാക്കളായിരിക്കെ തനിക്ക് എന്തുകൊണ്ട് നീതി ലഭിക്കുന്നില്ല എന്ന് അക്ഷമപ്പെടുന്ന ഒരു ദ്രൗപദിയും, ഒരുപാട് മഹാഗുരുനാഥന്മാരും ഒരുപാട് നിയമപാലകരും ഒക്കെ ചേർന്ന ഒരു മഹാഘടനയാണ് മഹാഭാരതം. പക്ഷെ നടക്കുന്നത് നൈതികമായ ഒരു മഹായുദ്ധം ആണ്. ഈ നൈതികമായ മഹായുദ്ധത്തിൻ്റെ കഥയാണ് നല്ല കൃതികളെല്ലാം പറയുന്നത്. അത് കവിതയായാലും ചെറുകഥയായാലും നാടകമായാലും നോവലായാലും അതിലൊക്കെ ഒരു മഹായുദ്ധത്തിൻ്റെ കഥ നമുക്ക് കാണാൻ സാധിക്കും. ഈ മഹായുദ്ധം മനുഷ്യൻ്റെ മനസ്സിലെ സങ്കീർണതകളുടെ ഒരു കുരുക്ക് അഴിക്കുന്ന ഒരു യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിൻ്റെ കുരുക്ക് അഴിയുമ്പോൾ അത് അനുഭവിക്കുന്നയാൾക്ക് മനസ്സിൽ അവശേഷിക്കുന്നത് ശാന്തിയും സമാധാനവും മാത്രമായിരിക്കും. ഈ ശാന്തിയാണ് മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട വികാരം. ഈ ശാന്തി തേടിയാണ് മനുഷ്യൻ പലപ്പോഴും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കുമൊക്കെ പോകുന്നത്. അത് കിട്ടാതെ വരുമ്പോഴാണ് ഈ വേണ്ടാതീരങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് കലാപരമായ ശാന്തിയും കാരുണ്യവും നമുക്ക് സുലഭമായി ലഭ്യമാക്കേണ്ട ആവശ്യകത ബോധ്യമാകുന്നത്. രണ്ട് തരത്തിൽ നമുക്ക് മദ്യത്തെയോ മയക്കുമരുന്നിനെയോ നേരിടാം. ഒന്ന് സാമൂഹികമായ നിയമപാലനപരമായ ഒരു സമീപനത്തിലൂടെ, അത് വിൽക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. പക്ഷേ മനുഷ്യൻ ആവശ്യങ്ങളുടെ പുറകെ പോകുന്ന ഒരു ജീവിയാണ് എന്നിരിക്കെ ആവശ്യങ്ങൾ അനുഭവിക്കാനുള്ള ആവശ്യമായാലും മുതലെടുക്കാനുള്ള ആവശ്യമായാലും ആവശ്യങ്ങളുടെ പുറകെ പോകും എന്നുള്ളത് കൊണ്ട് മനുഷ്യ മനസ്സിൽ മയക്കുമരുന്നുകളോ മദ്യത്തിലോ ആസക്തി ഉള്ളിടത്തോളം കാലം ഇതിന് പരിഹാരം ഉണ്ടാകില്ല എന്ന നിശ്ചയത്തോടുകൂടി പരിഹാരം കാണേണ്ടത് മനസ്സിൽ തന്നെയാണ് എന്ന നിശ്ചയത്തോടുകൂടിയുള്ള ഒരു മഹായുദ്ധമാണ് മറ്റൊന്ന്. ഈ രണ്ട് യുദ്ധങ്ങളും ഒരുമിച്ച് നടത്തുന്ന നൈതികമായ ഒരു സമാന്തര യുദ്ധസങ്കല്പം നമുക്ക് നല്ല കൃതികളിൽ കാണാൻ സാധിക്കും. അത് മഹാഭാരതത്തിലുണ്ട്. അത് ശ്രീലേഖയുടെ നോവലിൽ നമുക്ക് കാണാം. ഒരു ഭാഗത്ത് വളരെയേറെ വ്യാകുലചിത്തനായ ഒരു IPS ഉദ്യോഗസ്ഥൻ
തൻ്റെ അനുജനെ പറ്റിയ ദുരന്തത്തിന് പരിഹാരം ചെയ്യാനായിട്ട് ഈ ലോകത്ത് തനിക്ക് കണ്ടുകിട്ടിയ മയക്കുമരുന്ന് റാക്കറ്റിനെതിരെ സ്വന്തം ആയുസ് ഉപയോഗിച്ച് ധർമ്മയുദ്ധം നടത്തുന്ന ഭീകരമായ ഒരു പോരാട്ടം കാണാം. അതേ സമയത്ത് തന്നെ ഈ മയക്കുമരുന്ന് എന്നുള്ളത് സ്വന്തം അഭീഷ്ടങ്ങളുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ വ്യാമോഹങ്ങളുടെ ഒരു ഫലമാണ് എന്ന ധാരണ കൂടി ഈ നോവൽ നമ്മിൽ ഉളവാക്കുന്നുണ്ട്. പോർച്ചിൽ ഒരു അൽസേഷ്യനായും വീട്ടിൽ ഒരു ഡൈവേഴ്സ്ഡ് മകളും ഇതാണ് കേരളത്തിലെ ചില അമ്മമാരുടെ സ്റ്റാറ്റസ് സിംബൽ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ യാത്രക്കിടയിൽ അമ്പരപ്പോടെ ചുറ്റും കൂടിയിരുന്ന സഹയാത്രിയുടെ മുഖത്തേക്ക് നോക്കി സാഹിത്യകാരിയായ ഒരു വീട്ടമ്മയുടെ ധാർമ്മിക രോഷം അണപൊട്ടി. അത് ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, തകർന്നു വീഴുന്ന ധാർമ്മിക മൂല്യങ്ങൾ, ഇതെല്ലാം കണ്ടിട്ടും പ്രതികരണശേഷിയില്ലാതെ വിമർശിച്ചു നിൽക്കുന്ന സമൂഹത്തെ നോക്കിയുള്ള സിംഹഗർജനം. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോഴും അമ്മമാർ കടമകൾ മറന്നുപോയതിനെ ചൊല്ലിയുള്ള വ്യാകുലത. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയും പത്രപ്രവർത്തകയും ഒക്കെയായി സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ പടവാളാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി സ്വന്തം വേദനകളെ വരികളുമാക്കി വായനയെ അനുഭവമാക്കി മാറ്റുന്ന മലയാളത്തിന്റെ സിന്ദൂരപ്പോട്ട് ശ്രീമതി ലീല മേനോൻ. ലീല മഞ്ചരിയിൽ നിന്നും ലീല മേനോനിലേക്കുള്ള അത്ഭുത പ്രയാണം. നിലയ്ക്കാത്ത സിംഫണി എന്ന കൃതിയിലൂടെ സ്വന്തം കഥ പറഞ്ഞ കേരളത്തെ കരയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ശ്രീമതി ലീല മേനോന്റെ സാന്നിധ്യം ഇന്ന് വേദിക്ക് നിറവ് പകരുന്നു. അത്യന്തം സന്തോഷത്തോടെ ആശംസാ പ്രസംഗത്തിനായി ശ്രീമതി ലീല മേനോനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ ഡോക്ടർ ലീലാവതി, ശ്രീ ശ്രീ രാധാകൃഷ്ണൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ശ്രീലേഖയോട് ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം വളരെ വളരെ ഫേമസ് റൈറ്റേഴ്സാണ്. ഞാൻ വെറും ഒരു ജേർണലിസ്റ്റാണ്. ഞാൻ വിചാരിച്ചു ഇവരുടെ ഇടയിൽ നിന്ന് ഞാൻ നിങ്ങളോട് എന്താ പറയുക, എന്തിനാ ശ്രീലേഖ എന്നെ ഇങ്ങനെ വിളിച്ച് എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷെ ശ്രീലേഖ പറഞ്ഞതുപോലെ ഞാൻ ശ്രീലേഖയുടെ കരിയറിൻ്റെ ആദ്യം മുതൽ ശ്രീലേഖയെ പറ്റി എഴുതിയിരുന്ന ഒരാളാണ്. ശ്രീലേഖയുടെ ഓരോ ക്ലൈംബും നോക്കി ഓരോ ധൈര്യമായിട്ടുള്ള ചുവടുകൾ അപ്രിഷ്യേറ്റ് ചെയ്തിരുന്ന ഒരാളാണ് എന്നുള്ളതൊരു സത്യമാണ്. ആദ്യം കോട്ടയത്ത് ശ്രീലേഖ യൂണിഫോം ഇട്ട് വരുമ്പോൾ ഞാൻ അവിടുത്തെ റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ത്രില്ലായി. എന്ന് വെച്ചാൽ ആദ്യത്തെ കേരളത്തിലെ IPS ഓഫീസർ ഇങ്ങനെ സ്മാർട്ടായിട്ട് വരുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സ്വന്തം ഒരു സായുജ്യം കിട്ടിയ അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീലേഖ നിരന്തരം ഇങ്ങനെ റൈറ്റ്സസ്നെസ്സോട് കൂടിയിട്ട് ഇങ്ങനെ സമൂഹത്തിലെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ബ്യൂറോക്രസിയിലെ എല്ലാം അധാർമികതയ്ക്കെതിരെയൊക്കെ പോരാടുമ്പോൾ ഞാൻ ശക്തമായിട്ട് പിന്തുണച്ചു. മാനസികമായിട്ട് ഞാൻ എൻ്റെ ഏത് തരത്തിലാവാമോ ആ തരത്തിലെല്ലാം ഞാൻ എൻ്റെ സപ്പോർട്ട് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീലേഖയാണ് ആദ്യമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാസപ്പടി വാങ്ങുന്ന കാര്യമൊക്കെ എക്സ്പോസ് ചെയ്തത്. അതൊക്കെ എനിക്ക് ഭയങ്കര ത്രില്ലായിട്ടുള്ള കാര്യമായിരുന്നു. എന്താ വെച്ചാൽ ഒരു വനിതാ IPS ഓഫീസർ വന്നിട്ട് ഇതുപോലെയുള്ള കറപ്ഷനൊക്കെ എക്സ്പോസ് ചെയ്യാൻ, അത് അക്കാര്യം ലോബിയൊക്കെ ചാലഞ്ച് ചെയ്യാനായിട്ടുള്ള ധൈര്യം കാണിച്ചപ്പോൾ അത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീലേഖ ഇങ്ങനെ ഒരു റൈറ്ററും കൂടിയായി, ചെറുകഥയിൽ തുടങ്ങി, പിന്നെ വളരെയധികം ഇപ്പം നോവലിലേക്ക് നിൽക്കണു. ഇപ്പം എനിക്ക് ശ്രീലേഖയുടെ ഈ ക്രിയേറ്റീവായിട്ടും പോലീസിലും എല്ലാം ഉള്ള ഈ പ്രയാണത്തിൽ ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ശ്രീലേഖ വളരെയധികം കണ്ടംപററി ഇഷ്യൂസാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അത് വളരെ അട്രാക്റ്റീവ് ആയത് എന്താണെന്ന് വെച്ചാൽ ഷീസ് മിററിങ് ഹെർ ഓൺ സറൗണ്ടിങ്സ് ഓൾസോ. ഇപ്പോൾ അവനവൻ്റെ ജീവിത സാഹചര്യങ്ങൾ IPS അക്കാഡമിയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക നമുക്കൊക്കെ, ഞാനൊക്കെ കേട്ടിട്ടുള്ളതാണ്. അവിടെ വെച്ചിട്ട് ദേ ഫോൾ ഇൻ ലവ്, ദേ ഗെറ്റ് മാരീഡ്, അവിടെ വെച്ച് പിന്നെ അവർ മാരീഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് മാരീഡ് ബിക്കോസ് അവരുടെ സ്റ്റാറ്റസ് അത്ര അധികം ഉയർന്നതാവും. ഇങ്ങനെയുള്ള കഥകളെല്ലാം കേട്ടപ്പോൾ ഇത് വായിക്കുമ്പോൾ ഞാൻ കേട്ട കഥകളെല്ലാം ഞാൻ ആലോചിച്ച് പോയി. പിന്നെ ഇന്ന് പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിലുള്ള കറപ്ഷൻ, അവരെ ഏതെല്ലാം തരത്തിലാണ് അവരുടെ അധാർമികത, അവർക്ക് യാതൊരു മൂല്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ, അതെല്ലാം ആസ് എ
ജേർണലിസ്റ്റ് ഞാൻ എഴുതുമ്പോൾ ശ്രീലേഖ അത് ഈ നോവലിൽ കൂടി അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പം ശ്രീലേഖ എന്ന് പറയുന്ന IPS ഓഫീസർ ഇതുപോലെ നടക്കുന്ന ധാർമ്മിക ചുതികളെല്ലാം നോട്ട് ചെയ്തുകൊണ്ട് അതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ഈ നോവൽ എഴുതി എന്നുള്ളതാണ് എനിക്ക് വലിയ സന്തോഷമായിട്ട് തോന്നിയത്. പിന്നെ വേറെ എനിക്ക് അപ്രിഷ്യേറ്റ് ചെയ്ത ഒരു കാര്യം, ആദ്യമായിട്ട് എനിക്ക് എല്ലാത്തിലും സന്തോഷം തോന്നിയത് ഇതൊരു നായിക സെൻട്രിക് നോവലാണ് എന്നുള്ളതാണ്. ഇതൊരു നായിക കേന്ദ്രീകൃത നോവലാണ്. ഇതിൽ പ്രാധാന്യം നിഷ എന്ന് പറയുന്ന അതിൻ്റെ നായികയ്ക്ക് തന്നെയാണ്. ആ നായികയുടെ അടുത്തൊന്നും ഹസ്ബൻഡ് എത്തണില്ല, ആരും എത്തണില്ല. അതിൻ്റെ വളരെ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു നായികയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടി ഇന്ന് ഇതുപോലെ നടക്കുമ്പോൾ ഈ ശ്രീലേഖയുടെ ബുക്ക് ഒരു മെസ്സേജും കൂടി ആവുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊക്കെ ഒരുപാട് മയക്കുമരുന്നിനെ പറ്റിയിട്ട് ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതിയേക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ അഡിക്സിനെ പോയി കണ്ട് അവരുടെ ഈ ശ്രീലേഖ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ലീലാവതി ടീച്ചർ പറഞ്ഞ പോലെ വളരെ ഡ്രാമാറ്റിക് ആയിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതിന് ഉള്ള ഒരു ഏറ്റവും വലിയ ഗുണം ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടതാണ്. ആദ്യം വായിച്ചു തുടങ്ങി അവസാനം വരെ താഴെ വയ്ക്കാൻ സാധിക്കില്ല. എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ലെന്നും കുറെ വായിച്ചു താഴെ വെക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. അത്ര ഡ്രാമാറ്റിക് ആയിട്ടാണ് അത് തുടങ്ങിയേക്കുന്നത്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ ടോർച്ചറാണ്. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാനൊരു ഡ്രഗ് അഡിക്റ്റിന് ഒരു ഡ്രഗ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഒരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഈ ഡ്രഗ് അഡിക്ഷൻ കഴിഞ്ഞിട്ട് അവസാനം ഈ കിട്ടുന്ന ലഹരി ഒന്നും പോരാണ്ട് അദ്ദേഹം പോയിട്ട് ഈ പാമ്പിനെ കൊണ്ട് നാവിൽ കൊത്തിക്കുന്ന തരം ലഹരി ബോംബെയിൽ കിട്ടും. എന്നിട്ട് അത് ബോംബെയിലെ തെരുവഴിയിൽ പോയി അവരെ കണ്ടുപിടിച്ച് ഒരു പ്രാവശ്യം ഒരു പാമ്പിങ്ങനെ നാവിൽ കൊത്തണതിന് എത്ര 500 rupees കൊടുക്കണം. ആ കാലത്താണ്. അപ്പൊ ഞാൻ അത്രയും കൊടുത്തു. എന്താ കാരണം എന്ന് വെച്ചാൽ ആ ലഹരി ഒരാഴ്ച നിൽക്കും എന്ന് അദ്ദേഹം എന്നോട് പറയണ്ടായി. അപ്പോൾ എത്ര അഡിക്റ്റഡ് ആണ്, എത്ര എൻസ്ലേവ്ഡ് ആണ് ഈ ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളത് ശ്രീലേഖ വളരെ വിവിധമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൺവേ ചെയ്ത് തരുന്നുണ്ട്. അതിൽ കൂടി ഒരു മെസ്സേജുമാണ്. എന്താ വെച്ചാൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. ഡ്രഗ് മാഫിയ ഉണ്ട്, പാർട്ടി മാഫിയ ഉണ്ട്, സെക്സ് മാഫിയ ഉണ്ട്, ഇപ്പൊ എല്ലാത്തിനും സാൻഡ് മാഫിയ ഉണ്ട്. ഇന്ന് മാഫിയ ഇല്ലാത്ത യാതൊരു അധോലോക കർമ്മങ്ങളും ഇല്ല. അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ ഡ്രഗ് മാഫിയയിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ മാഫിയയും കൂടി വന്നു. അവരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യണത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി കഥാരൂപേണ ശ്രീലേഖ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ അങ്ങനെയുള്ള ഒരാളാണ് ഇതിലെ അവസാനം മന്ത്രിയായിട്ട് അവസാനം അതിനെതിരെ രോഷം ഉയർന്ന അദ്ദേഹത്തിനെ കൊല്ലണത്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി ഇത് ഈ വിൽമാൻ ഡൈസ് എന്നുള്ള അതുപോലെ ഈ ബുക്ക് ഫുൾഫില്ല് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി ശ്രീലേഖ എനിക്ക് ഈ ബുക്ക് വായിച്ചപ്പോൾ തോന്നിയ മറ്റൊരു കാര്യം, ഇത് ഒരു ഐഡിയ ബുക്കാണ് ഒരു സിനിമയാവാനായിട്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് അധികം താമസിയാണ്ട് സിനിമയായിട്ട് വരുന്നുമാണ്. അതിനുള്ള പ്രധാന കാരണം ഇതിലില്ലാത്ത ഒന്നുമില്ല. ഇതിൽ സസ്പെൻസ് ഉണ്ട്, ഇതിൽ ലവ്, പ്രേമുണ്ട്, റൊമാൻസ് ഉണ്ട്, സെക്സ് ഉണ്ട്, എല്ലാം. പിന്നെ ഇതുപോലത്തെ വില്ലൻ ഉണ്ട്, ഹീറോ ഉണ്ട്, സാക്രിഫൈസ് ചെയ്യുന്നവരുണ്ട്, ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്. എന്താ ഇല്ലാത്തതിന് മാത്രമേ ഉള്ളൂ. അഡ്വഞ്ചർ ഉണ്ട്, എവറിത്തിങ്. ചൈൽഡ്ഹുഡ് ഉണ്ട്, കുട്ടികളുടെ കളികളുണ്ട്, ഒരുപാട് സാധാരണ ജീവിതവും പിന്നെ അല്ലാത്ത ജീവിതവും ഡ്രഗ് അഡിക്ഷൻ്റെ ജീവിതവും ക്രിമിനലിൻ്റെ ലൈഫും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു വനിത IPS ഓഫീസറുടെ ടെൻഷനും അവരുടെ ധൈര്യവും. അപ്പോൾ ആ വനിത IPS ഓഫീസറിനാണ് ഹസ്ബൻഡിനേക്കാളും കൂടുതൽ ധൈര്യമായിട്ട് തോക്കെടുത്ത് ഉപയോഗിക്കാനും ഡിസിഷൻ എടുക്കാനും എല്ലാം ഉള്ള ധൈര്യം. ഇത് ശ്രീലേഖ നിഷേപിച്ച് എഴുതുമ്പോൾ എഴുതുന്നുണ്ട്. അത് ശ്രീലേഖയുടെ തന്നെ ഒരു റിഫ്ലക്ഷനായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ശ്രീലേഖ ഗണ്ണെടുക്കാനും പേരെടുക്കാനും ഒരുപോലെ കഴിവുള്ള ആളാണെന്ന് ഇവിടെ പറയുണ്ടായല്ലോ. അപ്പൊ എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. വളരെ ധൈര്യപൂർവ്വം തൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ കൂടിയുള്ള ഒരു കഥ എഴുതാനുള്ള അതിൻ്റെ പോസിബിലിറ്റീസ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കഥാകാരിയായിട്ടാണ് ശ്രീലേഖ ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീലേഖ ഏത് ഇൻസിഡൻറ്റ് ഉണ്ടായാലും അതൊരു കഥയാക്കും. അങ്ങനെ ഒരുപാട് കഥകൾ നമുക്കുണ്ട്. ഞാനത് ഇങ്ങനെ വായിക്കാറുണ്ട്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പം ഞാൻ തന്നെ എൻ്റെ ഇങ്ങനെ ഒരു കോളമൊക്കെ എഴുതുമ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കോളം എഴുതും. അതാണ് ആൾക്കാർക്ക് വായനക്കാർക്ക് കൂടുതൽ കൃത്യമാവുക. അത് ശ്രീലേഖയുടെ കഥകളിലെല്ലാം കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു നോവൽ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല എന്നുള്ളത് ഒരു സത്യമാണ്. എന്താ വെച്ചാൽ ഈ കഥകളൊക്കെ വരുമ്പോഴും ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു
ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് നോവലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതുപോലെ പറയുകയാണെങ്കിൽ സ്ത്രീധനം ഒരു എന്താ പറയുക ബർത്ത് കൺട്രോൾ ഉപാധിയായിട്ട് കാണാം. എന്താ വെച്ചാൽ ഇന്ന് സ്ത്രീധനം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പെൺകുട്ടികളെ കൊണ്ടുകൊടുക്കണ ഒരു കാലമാണിത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീധനം ഒരു ഫാമിലി കൺട്രോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാക്കാം എന്ന് പറയുമ്പോൾ കൺട്രോൾ ഉപാധിയാക്കാം എന്ന് പറയുന്നത് പോലെയാണ് ഇതിൽ ഈ ഡ്രഗ് അഡിക്ഷൻ കൊണ്ട് ആളുകൾ ചത്തുപോകുമ്പോൾ അതിൽ കുറേ അത് ഓട്ടോമാറ്റിക്കലി ജനസാന്ദ്രത കുറയ്ക്കും. അത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിലുള്ള ഒരു ക്രൂവൽറ്റി അതെല്ലാം ശ്രീലേഖം മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അത് എനിക്ക് ശരിക്കും വായിച്ചു തുടങ്ങുകയാണെങ്കിൽ അതിങ്ങനെ ഒട്ടും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല ലളിതമായ ഭാഷയിൽ, പക്ഷെ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ആകർഷകമായിട്ടുള്ള ഭാഷയിലാണ് ഇത് മുഴുവനും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് താഴെ വയ്ക്കാനേ തോന്നില്ല. അത് ഇടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി ലീലാവതി ടീച്ചർ, ശ്രീ സി രാധാകൃഷ്ണൻ, ശ്രീമതി ശ്രീലേഖ, ലീല ചേച്ചി, ശ്രീ എം കെ ചന്ദ്രശേഖരൻ, ശ്രീ രവി ഡി സി, ഡോക്ടർ സേതുനാഥ്, പ്രിയപ്പെട്ട ഗോകു, രാധമ്മ, സഹൃദയരെ, ഒരു മാസത്തിൽ 1 ചിലപ്പോൾ 3 സാഹിത്യ സംബന്ധിയായിട്ടുള്ള ഇത്തരം പരിപാടികളിൽ ഞാൻ സംബന്ധിക്കാറുണ്ട്. അതധികവും കടമ എന്ന് കരുതിയിട്ടാണ്. ചിലപ്പോഴൊക്കെ അതൊരു കടപ്പാടാണോ എന്നും വിചാരിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മനോനിലയോടുകൂടിയാണ്, അതായത് ആദർശധീരയായ ഒരു പോലീസ് ഓഫീസർ, അനുഗ്രഹീതയായ ഒരു സാഹിത്യകാരി, കുലീനയായ ഒരു കുടുംബിനി, ഉത്തമയായ ഒരു സുഹൃത്ത്, അങ്ങനെയെല്ലാമുള്ള ശ്രീലേഖ എന്ന വ്യക്തിയോടുള്ള സ്നേഹാദരങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു ഹൃദയമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട് ഇതിൽ പങ്കെടുക്കാനായിട്ട്. ശ്രീലേഖയെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് അവരുടെ ആദ്യ പുസ്തകമായ മനസ്സിലെ മഴവില്ല് എന്ന പുസ്തക പ്രകാശന വേളയിലാണ്. അതിനുശേഷം അവർ പറഞ്ഞതുപോലെ പല സന്ദർഭങ്ങളിൽ പലയിടത്തും വെച്ച് ഞങ്ങൾ കണ്ടു, അവരുമായിട്ടുള്ള ഒരു സൗഹൃദം സ്ഥാപിച്ചു. അവർക്ക് ഇങ്ങോട്ടും ഒരു ചേച്ചിയോടുള്ള വാത്സല്യം, എനിക്ക് അങ്ങോട്ടൊരു അനുജത്തിയോടുള്ള വാത്സല്യം, ആ ഒരു ബന്ധം, ആ ഒരു ഊഷ്മളമായിട്ടുള്ള ആ ഒരു സുഹൃത്ത് ബന്ധം എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ഞാൻ. ശ്രീലേഖയുടെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അവരെല്ലാ പുസ്തകങ്ങളും എനിക്ക് തരാറുണ്ട്. മനസ്സിലെ മഴവില്ലിൽ തുടങ്ങിയിട്ട് ലോട്ടോ സ്കെയിലുകൾ വരെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയത് മലയാള സാഹിത്യ ലോകത്തിലൂടെ അവർ ബഹുദൂരം മുന്നോട്ട് സഞ്ചരിച്ച് സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തോ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അത് ഈ നോവലോടുകൂടി അത് വളരെ ദൃഢമായി തന്നെ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. ഈ നോവൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എൻ്റെ കയ്യിലെത്തുന്നത്. ഞാൻ അപ്പോൾ തന്നെ അത് വായിക്കാൻ തുടങ്ങി. ശ്രീലേഖ എന്ത് എഴുതിയാലും വളരെ ചൂടോടെ വായിക്കുന്ന ഒരാളാണ് ഞാൻ. വനിതയിൽ വരുന്ന അനുഭവ കഥകളും ചില കുറ്റാന്വേഷണ ലേഖനങ്ങളും ഇതൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അതുപോലെ അപ്പോൾ തന്നെ ഞാൻ കയ്യിലെടുത്തു വായിക്കാൻ തുടങ്ങി. ആദ്യം ഒരു മന്ദഗതിയിലാണോ എന്നെനിക്ക് തോന്നി. പക്ഷെ പൊടുന്നനെ നായികയും നായകനും ഡൽഹിയിലെത്തുന്നതോടെ വളരെ ചടുലമായിട്ടുള്ള ഒരു പേസ്, ഒരു സഞ്ചാരമാണ് പിന്നെ ഞാൻ കണ്ട് അത്ഭുതപ്പെട്ട് നിന്നത്. വളരെ വേഗം ചലിക്കുന്ന സന്ദർഭങ്ങൾ, രംഗങ്ങൾ, കഥാപാത്രങ്ങളുടെ എന്താ പറയുക ക്യാരക്ടറൈസേഷനും എല്ലാം വളരെ ഭംഗിയായിട്ട്, അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ താഴെ വയ്ക്കാൻ തോന്നിയില്ല എന്നാണ് സത്യം. അങ്ങനെ അവസാനം വരെ എത്തുന്നു. വളരെ ശുഭപര്യവസായിയായിട്ട് അവസാനിക്കുന്നു. പുസ്തകമാണ് ചോദിച്ചപ്പോൾ ഞാനൊരു സിനിമാ പ്രേമിയാണ്. നല്ലൊരു സസ്പെൻസ് ത്രില്ലർ കണ്ട ഒരു സുഖം തോന്നി. പ്രത്യേകിച്ചും
ഞാൻ എൻ്റെ ചില ഉത്തരേന്ത്യൻ നഗരങ്ങളുമായിട്ടുള്ള ചിലകാല പരിചയവും ഹിന്ദി ഭാഷയോടുള്ള മമതയും ഹിന്ദി സിനിമയോടുള്ള ഇഷ്ടവും ഹിന്ദി ഗാനങ്ങളോടുള്ള അടുപ്പവും എല്ലാം വെച്ച് നോക്കിയപ്പോൾ ഈ കഥ പകുതിയിലധികവും നടക്കുന്നത് ഡൽഹി, രാജസ്ഥാൻ തുടങ്ങിയ ഇടങ്ങളിൽ വെച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇത് വായിച്ചപ്പോൾ ഇന്ത്യയിലെ ചില പ്രശസ്തമായിട്ടുള്ള സസ്പെൻസ് ത്രില്ലേഴ്സും ക്രൈം ത്രില്ലേഴ്സും ഒക്കെ കണ്ട ഒരു തൃപ്തി തോന്നി. ലീല ചേച്ചി പറഞ്ഞതുപോലെ ഈ കഥയിലെ ഒരു സിനിമയുണ്ട്. ഈ പുസ്തകത്തിൽ തീർച്ചയായിട്ടും ഒരു തിരക്കഥ അടങ്ങിയിരിപ്പുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ശ്രീലേഖയുടെ പതിവ് ഇതിനു മുമ്പത്തെ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ശ്രദ്ധിച്ച 1-2 കാര്യങ്ങൾ ഇവിടെ പറയാൻ പോയത്. ആദ്യമായിട്ടാണോ തോന്നുന്നു ശ്രീലേഖ ലൈംഗികതയെ പറ്റിയുള്ള ചില പരാമർശങ്ങൾ ഇതിൽ നടത്തുന്നത്. ഇതിലെ നായിക കാലഘട്ടത്തിൻ്റെ നായികയാണ്. സദാചാരത്തെ അത്ര വലിയ കാര്യമാക്കാത്ത ഒരു ധൈര്യശാലിയായിട്ടുള്ള ഒരു നായികയാണ്. വഴി അല്പം ഒന്ന് കാലിൽ വഴുക്കിയാലും അതൊരു തെറ്റായിട്ട് അവരെ കരുതുന്നില്ല. അതൊന്ന്. പിന്നെ വർണ്ണിച്ചിരിക്കുന്ന വിധം പേജ് പോലും ഞാൻ ഓർക്കേണ്ടത് 160-ാമത്തെ പേജിൽ ഈ നിഷ എന്ന നായികയും അവരുടെ ബാല്യകാല ചങ്ങാതിയും അവർ മനസ്സിൽ എന്നും ആരാധിച്ചിരുന്നവനും അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നവനുമായ ഈ ചന്തുവിനെ പിന്നെ കണ്ടുകൊണ്ടും അവർ തമ്മിലുള്ള സമാഗമത്തെ പറ്റിയുള്ള ഒരു വർണ്ണനയുണ്ട്. വളരെ ഗോപ്യമായിട്ടുള്ള വർണ്ണനയാണ്. പക്ഷെ അത് ഞാൻ ഇതിനു മുമ്പ് വായിച്ച അത്ര വലിയൊരു വായനക്കാരിയൊന്നുമല്ല ഞാൻ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ള നോവലുകളിലോ കവിതകളിലോ കഥകളിലോ ഒന്നും കാണാത്ത ഒരു താരതമ്യം ഇതിൽ കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. സ്ത്രീയും പുരുഷന്റെയും സമാഗമത്തെ ജിക്സോ പസിലായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. വളരെ കൗതുകം തോന്നി. ജിക്സോ പസിലിന്റെ 2 ഭാഗങ്ങൾ ചേർന്ന് മനോഹരമായ ഒരു ചിത്രം ഉണ്ടാവുന്ന പോലെ ഒരാൾക്കും തോന്നിയിട്ടുണ്ടാവില്ല എങ്ങനെ ഒരു ഐഡിയ. സ്ത്രീ പുരുഷ സമാഗമം ജിക്സോ പസിൽ പോലെയാണ്. എത്ര കറക്റ്റാണെന്ന് തോന്നി എനിക്ക്. ആലോചിച്ച് നോക്കുമ്പോൾ അത് പുസ്തകം വാങ്ങിയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുന്നു 160-ാമത്തെ പേജ്. അതുപോലെ പിന്നെ ഒരു സംഗതി എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് 174-ാമത്തെ പേജാന്ന് തോന്നുന്നുണ്ട്. അതും ഈ സമാഗമത്തിന്റെ സന്ദർഭമാണ്. അതിൽ പറയുന്നത് അത് കുറച്ച് സങ്കോചത്തോടെ ഞാൻ പറയട്ടെ. സ്ത്രീ പുരുഷ സമാഗമം 10 നിമിഷത്തിലേറെ ഉണ്ടാവില്ല എന്ന് എഴുതിയിരിക്കുന്നവർക്കൊക്കെ തെറ്റി. അവർക്ക് ഒരു ചുക്കും അറിയില്ല. ഏതാണ്ട് 1 മണിക്കൂറിലേറെ ഇവർ തമ്മിലുള്ള ഒരു പ്രണയത്തിന് ശേഷം നായികയ്ക്ക് തോന്നുന്നതാണ്. ഈ 10 മിനിറ്റ് സ്ത്രീ പുരുഷ സമാഗമത്തിന് ആവശ്യമുള്ളൂ, ദൈർഘ്യമുള്ളൂ എന്ന് പറയുന്ന എഴുത്തുകാർക്ക് ഒരു ചുക്കും അറിയില്ല. അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. അപ്പോൾ ഏതായാലും എത്രത്തോളം ധൈര്യപൂർവ്വം ഈ സെക്സിനെ പറ്റി എഴുതാനും അത് വളരെ കൗതുകകരമായിട്ട് വായനക്കാർക്ക് ഒരു കൗതുകം ജനിപ്പിക്കുന്ന ഒരു നല്ല ഒരു ഇതായിട്ടും തോന്നി. അപ്പം ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. സാധാരണ ശ്രീലേഖയുടെ പുസ്തകം വായിച്ചാൽ ഇങ്ങനെയുള്ള സ്പാർക്കുകളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് ഒന്നുമില്ല നേരിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇതുമാതിരി പ്രസംഗത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഈ 2 ഭാഗങ്ങൾ എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കഥാപാത്രം രാമചന്ദ്രൻ തന്നെയാണ്. രാമചന്ദ്രൻ്റെ പഴഞ്ചൊല്ലുകൾ വായിച്ചാൽ നമുക്ക് ചിരിയും വരും. ഒരു മലയാളത്തിലെ ഒരു അതുല്യനായിട്ടുള്ള ഒരു നടൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും, ജഗദീഷ് ശ്രീകുമാർ. കൃത്യം ജഗദീഷ് ശ്രീകുമാറിന് ഇണങ്ങുന്ന ആ ബോഡി ലാംഗ്വേജും ആ സംസാര ശൈലിയും ഒക്കെ അങ്ങനെയായിട്ടാണ് എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയത്. എന്തായാലും ആദ്യാവസാനം വളരെ എന്താ പറയുക ഉദ്വേഗജനകമായിട്ട് ഒരു ആക്ഷൻ പാക്ഡ് മൂവി കാണുന്നത് പോലെ വായിച്ചു പോകാവുന്ന ലളിതസുന്ദരമായിട്ടുള്ള പദങ്ങൾ കോർത്തിണക്കിയ ഒട്ടും മുഷിപ്പ് വരാത്ത വിധത്തിലുള്ള ഒരു ശൈലി ശ്രീലേഖ ഇതിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതിനവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഇത്രയും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ലളിതമായ ആഖ്യാന ശൈലി കൊണ്ട് നാടുനിലാവിന്റെ കുളിമ പകർന്ന മലയാളിയോട് കഥ പറയുന്ന കഥാകാരൻ. വേദിയിലും സദസ്സിനുമുള്ള ഗുരുജനങ്ങളെ, വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലേഖ ഒരു സ്വാഗത പുസ്തകത്തിൽ പറഞ്ഞു ഒരു വിമർശകനാണെന്ന്. സത്യത്തിൽ ഞാൻ ഒരു വിമർശന ലേഖനവും എഴുതിയിട്ടില്ല. കഥകളും എഴുതിയിട്ടുണ്ട്, നോവലും എഴുതിയിട്ടുണ്ട്. പിന്നെ എന്നോട് അഭിപ്രായം ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ ആദ്യത്തെ വായനയിൽ തോന്നിയ അഭിപ്രായം പറയുന്നത് പിന്നീട് സ്ഥായിയായി നിന്നുള്ളതൊന്നുമില്ല. ചിലപ്പോൾ മറ്റൊരായിട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയാറുണ്ട്.
അവരും അതുപോലെ തന്നെയാണ്. ആദ്യം അത് കേൾക്കുമ്പോൾ അവർക്ക് വിഷമം തോന്നി എന്ന് പറഞ്ഞു. ഒരുപാട് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ഫോൺ വിളിച്ചത്. സാഹിത്യ സംബന്ധമായ യാതൊരു വിഷയത്തിനും വേണ്ടിയല്ല. വിളിച്ചപ്പോൾ തന്നെ എടുത്ത വഴി ചോദിക്കേണ്ട, എന്താ എന്നെ വിമർശിക്കാൻ വേണ്ടി വിളിക്കുകയാണോ എന്ന്. അങ്ങനെ ഉള്ള ഒരാൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ വിമർശകനല്ല, ഞാനൊരു ആസ്വാദകൻ മാത്രമാണ്, സഹൃദയം മാത്രമാണ്. അവരുടെ വളർച്ച ഞാൻ അവരെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ കണ്ടറിഞ്ഞിരുന്നു, വായിച്ചറിഞ്ഞിരുന്നു. ഞാൻ അവരെ ആദ്യമായി പരിചയപ്പെടുന്നു, അതായത് വായനയെക്കൂടെ പരിചയപ്പെടുന്നത് അവർ പത്തനംതിട്ട ജില്ലയിൽ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നപ്പോൾ അവിടെ നടത്തിയ ചില റെയ്ഡുകൾ, അതിനെ തുടർന്ന് പിടിച്ച ചില അതോടൊക്കെ നായകന്മാരുടെ എന്താ പറയുക, അവരുടെ വിക്രിയകൾ. അവർ ജീവിച്ചു പോകുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ വീടുകളിൽ അതാത് മാസപ്പടി എത്തിച്ചുകൊണ്ടാണെന്നുള്ള വിവരമൊക്കെ. ഇത് അക്കമിട്ട് എന്ന് പറയുന്നവരെ വായിക്കാനിടയായപ്പോൾ ഇവരെ പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അന്ന് ഞാൻ ഇവരെ കണ്ടിട്ടില്ല. പിന്നീട് ഒരിക്കൽ മൂന്നാല് സുഹൃത്തുക്കളെ വെച്ച് ഞാനൊരു സിനിമയ്ക്ക് പോയി. സിനിമ അത്ര നല്ല സിനിമയാണ്, എനിക്ക് കാണണമെന്നില്ലായിരുന്നു. സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം പോയ സിനിമയാണ്. ആ സിനിമയിൽ വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞ ഒരു നടി വേഷമിട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്. ഒരു IPS കാരിയാണ്. IPS കാരി പ്രതികളായി സംശയിക്കുന്നവരെ കിട്ടുന്ന മാത്രമേ തന്നെ തല്ലിച്ചതയ്ക്കുക. യാതൊരു മേൽനോട്ട് വരാതെ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കുഞ്ഞുങ്ങളോ തളയോ കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ പുരുഷനോ പ്രായം ചെന്നവനോ എന്നുള്ളൊരു നോട്ടമില്ലാതെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സീനുകൾ. ഇതൊക്കെ കണ്ട് ഞാനും വിചാരിച്ചു, ഇങ്ങനെയുണ്ട് സ്ത്രീജനങ്ങൾ, ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ കേരളത്തിൽ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ സംശയം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന സുഹൃത്ത് പറയാണ്, നമ്മുടെ കേരള IPS ഇപ്പോൾ ഒരു പുതിയ പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്, അവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, കൈ കിട്ടിയത് ആദ്യം 2 അടി കൊടുത്തിട്ട് പിന്നത്തെ പരിപാടിയുള്ളത്. അന്ന് ഞാൻ ഇവരെ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉള്ളവരെ വളരെ അപൂർവമാണ്, അത് ഇങ്ങനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. അതിനുശേഷം പിന്നീട് എനിക്കൊരു വാർത്ത, അത് കൗതുകമായി തോന്നി. ഈ മധ്യവേട്ട റെയ്ഡ് നടത്തിയതിന് ശേഷമുള്ള ഒരു വാർത്തയാണ്. അന്നത്തെ ഒരു മന്ത്രി കളക്ടറേറ്റിൽ ഒരു കോൺഫറൻസിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കളക്ടറും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഇരിക്കുന്ന കോൺഫറൻസിൽ പറയുകയുണ്ടായി, നിങ്ങൾ ആ കൊച്ചു കാണിച്ച ധൈര്യമെങ്കിലും അല്പമെങ്കിലും കാണിച്ചായിരുന്നെങ്കിൽ ഇന്ന് നാട് ഈ വിധത്തിലാകുമായിരുന്നു, ഇത്രമാത്രം പടി ഞാൻ കേൾക്കേണ്ടി വരുമായിരുന്നോ, ഇതൊക്കെ നിങ്ങളുടെ കൂടി അനാസ്ഥമാണ്, ആ കൊച്ചിനെ കണ്ടു പഠിക്കുക. ഇത് പറഞ്ഞത് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന, ഇപ്പോൾ പാലക്കാട്ടുകാരനായ ഒരാൾ, ഇപ്പോൾ അദ്ദേഹം അവരുടെ ആ പാർട്ടിയിൽ തന്നെ ഉണ്ട്. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഈ കൊച്ച് എന്ന് പറഞ്ഞാൽ ഈ ആളെന്ന് കാണുമല്ലോ, വൈകാതെ തന്നെ അതിനുള്ള സാഹചര്യം ലഭിച്ചു. മനസ്സിലെ മഴവില്ല എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മത്തിൽ വെച്ചാണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. ഞാൻ അന്നേരം തന്നെ പരിചയപ്പെട്ട നിമിഷത്തിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങളുടെ പന്തളത്തുള്ള ചില കേസുകളെ പറ്റി ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. അവരിപ്പോൾ അത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നീട് എനിക്ക് ആ പുസ്തകം വായിക്കാനിടയപ്പോൾ എനിക്ക് അല്പം മുഷിവാണ് തോന്നിയത്. കാരണം ആ പുസ്തകം അവർ എഴുതാൻ പാടില്ലാത്തതായിരുന്നു. അവരുടെ പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിലുള്ള ആ മതിപ്പൊക്കെ ഈ എഴുത്തിൽ അവർ തകർത്തു കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. ഞാനത് എന്ത് കാരണത്തിലാണെന്ന് അറിയില്ല, എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ അവിടെ ചെന്നതാണ്. ഒരു റെയിൽവേ ടിക്കറ്റിന് ഒരു എമർജൻസി കോട്ടയിലൊരു ടിക്കറ്റ് തരപ്പെടുമെന്ന് അറിയാൻ വേണ്ടി ചെന്നതാണ്. ചെന്നപ്പോൾ യാദൃച്ഛ്യമായിട്ട് ഈ പുസ്തകത്തെപ്പറ്റി എനിക്ക് സംസാരിക്കേണ്ടി വന്നത് ഞാൻ സംസാരിച്ച മുഴുവൻ അതിനെപ്പറ്റിയുള്ള നല്ല വാക്കുകളായിരുന്നില്ല. അതാണ് അവരിപ്പോൾ പറയാനുണ്ടായ പ്രധാന കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് അവരുടെ പിന്നീടുള്ള വളർച്ച എനിക്ക് കൗതുകകരവും അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായിരുന്നു. അവർ ഓരോ പടിയും മുന്നോട്ട് പോകുന്നതോറും അവരവരുടെ ചുവടുകൾ ഉറപ്പിച്ചു വെച്ച് മുന്നോട്ട് എല്ലാ കുറ്റങ്ങളും തെറ്റുകളും ഒഴിവാക്കിക്കൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു പ്രയാണം, അതാണ് ഇപ്പോൾ സാഹിത്യത്തിൽ സംബന്ധിച്ചിരിക്കുന്നത്. ഈ പുസ്തകം മിനിഞ്ഞാന്ന് എൻ്റെ കൈ കിട്ടി. മിനിഞ്ഞാന്ന് എൻ്റെ കൈ കിട്ടുമ്പോൾ ഞാൻ വായിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ചില വീട്ടു പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ ഞാൻ വീട്ടിലിരുന്നില്ല എന്ന് തന്നെ പറയാം. ഇന്നലെയാണ് ഞാനത് മുഴുവനാക്കിയത്. രാത്രി 12 മണി വരെയും ഞാൻ വായിച്ചു. 100ാമത്തെ പേജ് ഞാനിപ്പോൾ രവിയോട് പറഞ്ഞു കഴിഞ്ഞു. 100ാമത്തെ പേജ് കഴിഞ്ഞാൽ ഈ പുസ്തകം പിന്നെ ഒരു സിനിമ കാണുന്ന ഇവിടെ
ലീലാമേനോനും ശ്രീകുമാരി അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു സിനിമ കാണുന്ന ആ ടെമ്പോ ഉണ്ടല്ലോ, ആ ക്ലൈമാക്സിലേക്ക് എത്താനുള്ള ഒരാകാംക്ഷ അത് മനസ്സിൽ ഉദ്ദീപിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതെങ്ങനെ അവസാനിപ്പിക്കും, 12 മണിക്ക് ശേഷം അത് തീർത്തിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം, അതാണ് സത്യം. ഈ പുസ്തകത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ മേന്മ അത് തന്നെയാണ് ഞാൻ കാണുന്നത്, റീഡബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ബഹുമാന ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു, റീഡബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആ പുസ്തകം ആരും വായിക്കണം. ഇത് മികച്ച റീഡബിലിറ്റി ഉള്ള ഒരു പുസ്തകം. ഈ പുസ്തകത്തെപ്പറ്റി ഇത്രയും മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുള്ളൂ. കാരണം പുസ്തകത്തെപ്പറ്റിയും അതിൻ്റെ കഥാപാത്രങ്ങളെപ്പറ്റിയും ലീലാവതി ടീച്ചറും ലീലാമേനോനും സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ആ കഥയിലേക്ക് ഓരോ കഥാപാത്രങ്ങളെപ്പറ്റിയും പറയുന്നാൽ അത് അവസരോചിതമല്ല എന്ന് മാത്രമല്ല, അത് അനൗചിത്യം കൂടിയായിരിക്കും. കാരണം ഈ വലിയ വേളയിൽ ഈ കലാകാരി ഇനിയും വൈവിധ്യമാർന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്ത പുസ്തകങ്ങൾ എഴുതാൻ അവർക്ക് കഴിയട്ടെ. അവർക്ക് സർവ്വവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ലീലാവതി ടീച്ചർ, ശ്രീ രാധാകൃഷ്ണൻ, ശ്രീമതി ആർ ശ്രീലേഖ IPS, ശ്രീമതി ലീലാ മേനോൻ, ശ്രീമതി ശ്രീകുമാരി രാമേന്ദ്രൻ, ശ്രീ MK ചന്ദ്രശേഖരൻ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ഞാൻ 3 മിനിറ്റിനാണ് എൻ്റെ പ്രതിജ്ഞാ പ്രസംഗം തീർത്തോളാം. ആദ്യമായി ഇന്ന് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷയും ഈ പുസ്തകത്തെപ്പറ്റി വളരെ ഗംഭീരമായി ഇതിൻ്റെ ഒരു ആസ്വാദനം നമുക്ക് നൽകിയ ഡോക്ടർ M ലീലാവതി ടീച്ചറിന് പ്രത്യേകം ഞാൻ കൃതജ്ഞതപ്പെടുന്നു. ശ്രീ രാധാകൃഷ്ണൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റാണ്. ചമറവട്ടത്തുനിന്ന് ഈ പുസ്തക പ്രകാശനത്തിന് മാത്രമായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിനോടുള്ള പ്രത്യേക നന്ദി കടപ്പാട് ഈ വേളയിൽ സൂചിപ്പിക്കുന്നു. ശ്രീമതി ലീലാ മേനോൻ, ശ്രീമതി ശ്രീകുമാരി രാമേന്ദ്രൻ, ശ്രീ MK ചന്ദ്രശേഖരൻ, ഇവരെല്ലാവരും പുസ്തകത്തെപ്പറ്റിയും ഗ്രന്ഥത്തെപ്പറ്റിയും ഒക്കെ നല്ല വാക്കുകൾ പറഞ്ഞു. ഇവരെല്ലാം പുസ്തകം ഏറെ ആസ്വദിച്ച വ്യക്തികൾ കൂടിയാണ്. ഈ ചടങ്ങിനായി വന്ന ഇന്ന് ആശംസ അർപ്പിച്ച ഈ 3 മഹത് വ്യക്തികൾക്കും നിങ്ങളെല്ലാവരുടെയും പേരിൽ ശ്രീമതി ആർ ശ്രീലേഖയുടെ പേരിലും കൃതജ്ഞത സമർപ്പിക്കുന്നു. ഇന്ന് യോഗത്തിന് കാരണക്കാരി ശ്രീമതി ആർ ശ്രീലേഖ IPS ആണ്. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സദസ്സാണ് ഇന്നിവിടെ ഉള്ളത്. അത്രയേറെ സുഹൃത്തു വലയും സഹൃദയരും ശ്രീമതി ശ്രീലേഖയോട് താല്പര്യമുള്ള വ്യക്തികളും ഇന്ന് ഈ ചടങ്ങിലുണ്ട്. ഇന്ന് ഈ ചടങ്ങിന് കാരണക്കാരിയായ ശ്രീമതി ആർ ശ്രീലേഖയ്ക്ക് പ്രത്യേകം കൃതജ്ഞത പറയുന്നു. ഇനി കൃതജ്ഞത പറയേണ്ടത് നിങ്ങൾ ഓരോ വ്യക്തികളോടുമാണ്. ഈ ചടങ്ങിനായി എത്തിച്ചേർന്ന ഇത്രയും നേരം ഈ ചടങ്ങിനോട് സഹകരിച്ച, ഈ പുസ്തകത്തിനോട് താല്പര്യം കാണിച്ച ഓരോ വ്യക്തിക്കും ആദ്യം പ്രവർത്തകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. താങ്ക് യു സർ. ദേശീയ ഗാനത്തോടെ യോഗം അവസാനിക്കുകയാണ്. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तब शुभ नामे जागे तब शुभ आशीष मागे गाहे तब जय गाथा जनगण मंगल नायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे
അടുത്തതായി 3 തിരക്കഥകൾ. മികച്ച ഛായാഗ്രാഹം, മികച്ച പ്രോസസ്സിംഗ് ലാബ്, ടി.ജി. രവിക്ക് അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം എന്നിവയിൽ ലഭിച്ച അടയാളം. ഇന്ന് ഇവിടെ പ്രകാശിതമാകുന്ന അടുത്ത പുസ്തകം ഏകാന്തം തിരക്കഥ, ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. ശ്രീ ലെനിൻ രാജേന്ദ്രൻ നമ്മുടെ വിശിഷ്ടാതിഥി എത്തിക്കഴിഞ്ഞു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തികളെ, ഈ സമ്മേളനമായിരിക്കും പുറത്തു നിൽക്കുന്ന മാന്യ വ്യക്തികളോട് അകത്ത് കയറിയിരുന്ന് ഈ സമ്മേളനത്തോട് സഹകരിക്കാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൊച്ചി DC അന്താരാഷ്ട്ര പുസ്തകമേള അതിൻ്റെ ഓരോ ദിവസവും ഈ നഗരത്തിൻ്റെ ഹൃദയത്തിൽ തനതായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഇന്ന് ഇവിടെ സമകാലിക ചലച്ചിത്ര ലോകത്ത് ശ്രദ്ധേയമായ 2 തിരക്കഥകളും മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ ഓർമ്മക്കുറിപ്പുകളുമാണ് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ. ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തെ സംബന്ധിച്ച് പ്രസാധകരെന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം ചില കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ന് തിരക്കഥകൾ ഉൾപ്പെടുന്ന ചലച്ചിത്ര സാഹിത്യം വളരെ ശക്തമായ ഒരു സാഹിത്യ സാന്നിധ്യമായി മലയാള ഭാഷയിൽ മാറുകയാണ്. ചലച്ചിത്രങ്ങളുടെ കാര്യത്തിൽ തിരക്കഥകൾ മാത്രമല്ല ചലച്ചിത്രത്തിന്റെ ഒരു സപ്പോർട്ടിംഗ് സാഹിത്യമായി ഉള്ളത്. ഗാനങ്ങൾ വളരെ സജീവമായി മലയാളി ഏറ്റുവാങ്ങുന്ന ഒരു സംഗതിയാണ്. ഗാനങ്ങളുടെ കാര്യത്തിൽ വയലാറിന്റെ സമ്പൂർണ്ണ ഗാനങ്ങൾ, പി. ഭാസ്കരൻ മാഷിന്റെ സമ്പൂർണ്ണ ഗാനങ്ങൾ, ONV-യുടെ സമ്പൂർണ്ണ ഗാനങ്ങൾ, അതേപോലെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ സമ്പൂർണ്ണ ഗാനങ്ങൾ, ഇതൊക്കെ മലയാളിക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. സമ്പൂർണമായ സമാഹാരം. അതേപോലെ വിശ്വോത്തര തിരക്കഥകൾ, ഐസൻസിന്റെയും ഫുഡോഫിന്റെയും മറ്റും വിശ്വോത്തരമായ തിരക്കഥകൾ മുതൽ ഈ അടുത്ത കാലത്തിറങ്ങിയ രസതന്ത്രം, അതേപോലെ ഒരേ കടൽ, ഇങ്ങനെ വ്യത്യസ്ത സിനിമയുടെ വിവിധ മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ വ്യത്യസ്തമായ തിരക്കഥകൾ അതാത് സമയത്ത് മലയാളിക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ കഴിവനുസരിച്ച് പ്രയത്നിച്ചിട്ടുണ്ട്. ഇങ്ങനെ സിനിമയെ സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അവരുടെ കൂട്ടായ്മകളിൽ എപ്പോഴും സജീവ സാന്നിധ്യമാകാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ശ്രദ്ധയുടെ ഒരു പിന്നാമ്പുറത്താണ് ഈ പുസ്തകങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഓരോ സാംസ്കാരിക വ്യക്തിത്വവും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. ആദ്യമായി ശ്രീരാമേട്ടൻ, എഴുത്തുകാരനും നടനും സാംസ്കാരിക പ്രവർത്തനവും ഒക്കെയായ ശ്രീരാമേട്ടന് ഹൃദയംഗമായ സ്വാഗതം ഈ വേദിയിലേക്ക് ആശംസിക്കുന്നു. ലെനിൻ രാജേന്ദ്രൻ സാർ മലയാളി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു പറ്റം ചിത്രങ്ങൾ നമുക്ക് തന്ന ലെനിൻ രാജേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ക്യാമ്പസ് അനുഭവങ്ങൾ, ക്യാമ്പസ് യുവത്വ കാലത്തെ ഒക്കെ അനുഭവങ്ങളാണ് ഈ പുസ്തകം ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന ആ ചുവന്ന കാലത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം നമ്മോട് പറയുന്നത്. അതിന്റെ ആമുഖത്തിൽ സാധാരണ പറയുന്നത് പോലെ എന്റെ ഓർമ്മകൾ എന്റേത് മാത്രമല്ല, എന്റെ തലമുറയുടെ, എന്നോടൊപ്പം സഞ്ചരിച്ചവരുടെ ഒക്കെ ഓർമ്മകളായി ഒരു കാലത്തിന്റെ മുഴുവൻ ഓർമ്മയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ഓർമ്മ അനുഭവമായി മാറ്റുന്ന ആ പുസ്തകം നമുക്ക് സമ്മാനിച്ച ലെനിൻ സാറിനെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മലയാളിയുടെ
പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കവി, അതേപോലെ നിളയുടെ സൗന്ദര്യം വാക്കുകളിൽ ആവാഹിച്ച ആലങ്കോട് ലീലാകൃഷ്ണൻ, ആലങ്കോടിനെയും ഈ വേദിയിലേക്ക് ആദരവായി സ്വാഗതം ചെയ്യുന്നു. ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ മലയാളിയുടെ ചലച്ചിത്ര സംവാദങ്ങളിൽ, ചലച്ചിത്ര ചിന്തകളിൽ തന്റെ ഇടം പിടിച്ചെടുത്ത സംവിധായകനാണ് ശ്രീ എം ജി ശശി. ശശി സാറിനെയും ഈ വേദിയിലേക്ക് ആദരവായി സ്വാഗതം ചെയ്യുന്നു. തിരക്കഥ, നൃത്തം, നടന് ഒക്കെയായി നമ്മുടെ സമകാലിക ചലച്ചിത്ര ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളാണ്, വ്യക്തിത്വമാണ് അനൂപിന്. അനൂപിനെയും ഈ സൂസിന്റെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഒരു ദിവസത്തെ പോലും ആയുസ്സില്ലാതെ ഒഴിയുന്ന ഒരു വർഗമാണ് ഒരുപക്ഷെ നടിമാർ. ആ നടിമാരുടെ ലോകത്ത് തൻ്റെതായ വ്യക്തിത്വം തെളിയിച്ചുകൊണ്ട്, തൻ്റെതായ അഭിനയ വ്യക്തിത്വം തെളിയിച്ചുകൊണ്ട് മലയാളിയുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ നടിയാണ് ജ്യോതിർമയി. ജ്യോതിർമയെ ഈ സൂസിന്റെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ വ്യക്തിപരമായി സ്വാഗതം ചെയ്യും. അടുത്തായി ഈ വേദിയെ ധന്യമാകുന്നത് മലയാളി എക്കാലത്തും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മാത്രമല്ല, ഹൃദയത്തിന്റെ ഒരു വല്ലാത്ത നൊമ്പരത്തോടുകൂടി ഓർക്കുന്ന നന്ദന എന്ന മഹാസാഹിത്യകാരന്റെ മകൻ ടി സുധാകരൻ സാറിവിടെ എത്തിയിട്ടുണ്ട്. സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചു. അടുത്തതായി സ്വാഗതം പറയാനുള്ളത് ഈ സാംസ്കാരിക സന്ധ്യയെ ധന്യമാക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയുമാണ്. നിങ്ങൾ ഓരോരുത്തരെയും DC ബുക്സിന്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഒരു സിനിമ ഉണ്ടാകുന്നത് പക്ഷേ സിനിമക്കാരനാവുന്നതിന് മുമ്പ് തന്നെ സിനിമയെക്കുറിച്ച് മനസ്സിലൊന്നും സങ്കല്പിക്കാതെ ഒരു കാലത്ത് പോലും ഏകദേശം 15 വർഷം മുമ്പ് 5 വർഷങ്ങളായിട്ട് ഞാൻ സുധാകരനുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കുകയും എൻ്റെ വായനയും എൻ്റെ ജീവിത അവബോധത്തിനും എൻ്റെ കാഴ്ചയും ഒക്കെ ഒരുപാട് സ്വാധീനിക്കുകയില്ല, അല്ലെങ്കിൽ ഒരു വഴി തിരിച്ചു കിട്ടാൻ എന്നും ഞാൻ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നന്ദന. ആദ്യമായിട്ട് എൻ്റെ സന്തോഷവും നന്ദി രേഖപ്പെടുത്തേണ്ടത് നന്ദനയുടെ കുടുംബത്തിനോട്, സുധാകരനോട് തന്നെയാണ്. എൻ്റെ കൂടെ പ്രവർത്തിച്ച ശ്രീരാമേട്ടൻ കുറിച്ച് എൻ്റെ ജ്യേഷ്ഠദിനായിട്ടുള്ള നിങ്ങളെല്ലാം പ്രിയപ്പെട്ട ശ്രീരാമൻ താരമായി മാറുന്നതിന് മുമ്പേ എൻ്റെ കൂടെ സിനിമയിലൊക്കെ ഇപ്പോഴത്തെ തെന്നിന്ത്യൻ താരങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കൾ ആലങ്കോട്, രാജേന്ദ്രൻ, അനൂപാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഈ പുസ്തകം സിനിമ പോലെ തന്നെ തീർച്ചയായിട്ടും നന്ദനാർക്കുള്ള എൻ്റെ ഒരു സ്മരണാഞ്ജലിയാണ്. ഒരുപക്ഷെ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്തരമൊരു സിനിമ ചെയ്യാൻ വേണ്ടി എൻ്റെ സിനിമയിലെ മുൻ തലമുറകൾ ശ്രമിക്കാതിരുന്നത് എന്നാലോചിക്കാറുണ്ട്. മലയാള സിനിമയ്ക്ക് കഥയില്ലായ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് ഇത്ര ലളിതമായിട്ടും ആഴത്തിലും മനസ്സിലേക്കും ഹൃദയത്തിലേക്കും നേരിട്ട് സംവേദിക്കുന്ന കഥകൾ എഴുതിയിരുന്ന നന്ദനാരെ മലയാളത്തിലെ മറ്റൊരു കലാരൂപമായിട്ടുള്ള സിനിമ ഉണ്ടാക്കുന്നവരെ എന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്ന് അത്ഭുതം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ എൻ്റെ വലിയ ആഹ്ലാദവും സന്തോഷവും ചെറിയൊരു അഹങ്കാരവും പറയുകയാണെങ്കിൽ അതെന്നെ കാത്തിരുന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കാറുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നന്ദനാർക്കുള്ള ഒരു സ്മരണാഞ്ജലിയാണ്. സാഹിത്യവും സിനിമയായിട്ട് ദൂരെ നിന്ന് പോകുന്നു എന്ന് പറയുന്ന കാലത്ത് അങ്ങനെയല്ലാതെ ഈ അടയാളങ്ങളുടെ ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിങ് പോലും ഞാൻ ആശ്രയിച്ചത് നന്ദനാരുടെ രചനകളുടെ ജീവിത വീക്ഷണത്തിൻ്റെ രീതിയിലാണ്. കാരണം 70കളുടെ ആർട്ട് സിനിമാ മേഖല സമാന്തര സിനിമാ മേഖലയുടെയോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന എന്താ പറയുക മെയിൻ സ്ട്രീം സിനിമയുടെ ഒരു ശാഖയുടെയോ രീതിയിലല്ല അടയാളങ്ങൾ എടുക്കപ്പെട്ടുള്ളത്. കാരണം നന്ദനാരെ പോലെ ഇത്ര ലളിതവും ഹൃദയവുമായിട്ട് മനസ്സിലേക്കും ഹൃദയത്തിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രചനകൾ, അതിൽ ആഴവും പരപ്പും ഒരുപോലെ നിലനിൽക്കുന്ന രചനകൾ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൃതികൾ ഞാൻ സ്പർശിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു ബൗദ്ധിക നാട്യത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ സിനിമ അവതരിപ്പിക്കുന്നവരായിട്ട് നിൽക്കരുത് എന്ന നിർബന്ധം എനിക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ നന്നായിട്ട് എന്താ പറയുക നേരത്തെ പറയുന്ന രീതിയിലുള്ള ഒരു ഡ്രൈ നെറേറ്റീവ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ രീതിയിലല്ല ഉള്ളത്. പക്ഷേ മലയാള സിനിമയ്ക്കകത്ത് ഇൻഡസ്ട്രിയുടെ എന്താ പറയുക താര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തിയേറ്ററിൽ ആളുകൾ വരാനൊക്കെ സ്വാഭാവികത്തിൽ പടത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാലും ഇത്ര നമ്മൾ പറയാറുള്ള പോലെ ഈ എന്താ പറയുക ഒരു കയ്യിൽ ജീവിതവും മറുകയിൽ മരണവും കൊണ്ട് നടക്കുന്ന ഈ മഹാനായ ഒരു കഥാകൃത്ത്, അദ്ദേഹം ഈ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു മഹാകാഥകൻ,
അത് അദ്ദേഹത്തിനെ പോലെയുള്ള നിരവധി സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഇത്തരം ഒരു ജീവിതത്തിലുള്ള വിടവാങ്ങലുകൾ എപ്പോഴും എനിക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവമായിട്ട് മാറാറുണ്ടായിരുന്നു. നന്ദനാരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ സബ്ജക്റ്റിനകത്ത് നന്ദനാരുടെ രചനകളിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തിട്ടുള്ള 3 തരം വിശപ്പുകളെ കുറിച്ച് നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഒന്ന് അടിസ്ഥാനപരമായിട്ട് വയറിൻ്റെ വിശപ്പാണ്, അത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. മറ്റൊന്ന് ശരീരത്തിൻ്റെ വിശപ്പാണ്, അത് പ്രണയവും കാമവുമാണ്. മറ്റൊന്ന് മനസ്സിൻ്റെ വിശപ്പാണ്, അത് സ്വന്തം എക്സിസ്റ്റൻസിൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റിയുടെ വിഷയം തന്നെയാണ്. ഈ തരം 3 വിഷയങ്ങൾ 3 വിശപ്പുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരു മനുഷ്യജീവിയെ ഈ സിനിമ സംഭവിക്കുന്നത് 44 സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പീരീഡിലാണ്. ആ കാലം കഴിഞ്ഞ് 64 വർഷം മുന്നോട്ട് പോയിരിക്കുന്നു. ഈ 64 വർഷം കഴിഞ്ഞിട്ട് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളായിട്ട് ഈ 3 തരം വിശപ്പുകൾ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറയുന്ന വള്ളുവനാടൻ സിനിമ അല്ലെങ്കിൽ വള്ളുവനാടൻ സാഹിത്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇഷ്ടംപോലെ വായിക്കുകയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ്. സീരിയലിൻ്റെ ഒരു മിമിക്രി പോലെ വള്ളുവനാടൻ ഭാഷ പറഞ്ഞിരിക്കുന്ന ഒരു കാലത്ത് ഈ പുതിയൊരു വള്ളുവനാടൻ സിനിമ ചെയ്യുമ്പോൾ എല്ലാ സിനിമകളും തീർച്ചയായിട്ടും വള്ളുവനാടൻ സിനിമകൾ പൂന്തോസിൻ്റെ അതിൽ തുണ്ടുപൊട്ടിയുടെ മുടിയും ഒന്നും അല്ലാതെ തീർച്ചയായിട്ടും കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഈ സാധാരണ നമ്മൾ കാണുന്ന വള്ളുവനാടൻ സിനിമകളിൽ നിന്നും ലിറ്ററേച്ചറിൽ നിന്നുള്ള വ്യത്യാസം എന്ന് ആലോചിക്കുകയും അതിനുള്ള ഉത്തരം കിട്ടുമ്പോഴാണ് എനിക്ക് ഈ സിനിമ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായത്.